ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ടീ എസ്റ്റേറ്റിലൂടെ ഒരു യാത്ര നടത്തി നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവുന്നത്. ഇതാണ് മൂന്നാറിനടുത്തുള്ള ലക്ഷ്മി എസ്റ്റേറ്റ്. മൂന്നാറിലെ വലിയ ടീ എസ്റ്റേറ്റുകളിൽ ഒന്നാണ് ഈ ഒരു എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റിന് ഇങ്ങനൊരു പേര്, ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന പേര് വന്നതിന് പിറകിലൊരു ചെറിയൊരു കഥയുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ കാലം മുതലുള്ളൊരു എസ്റ്റേറ്റാണ്. ഈ വെള്ള കാണുന്നത് അതെന്തോ മരുന്നടിച്ചെന്ന് തോന്നുന്നു, ഇതിന് ചെടിക്ക് വേണ്ടിയിട്ട്. അതാണ് ആ വെള്ള കാണുന്നത്. അപ്പോൾ പറഞ്ഞു തന്നത് ഈ എസ്റ്റേറ്റിൻ്റെ കഥേനെ പറ്റിയിട്ട്, ആ പേര് വന്നതിൻ്റെ കഥേനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഒരാൾ പറയുന്നുണ്ട്, നമ്മളെ കൂടെയുള്ള ഒരാൾ. അപ്പോൾ ആ കഥയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകാമല്ലേ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് ഉള്ള കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം.
അടിമകളെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് അങ്ങനെ ഇവിടെ ടീ എസ്റ്റേറ്റ് തുടങ്ങി. അതിൽ അങ്ങനെ വന്ന ഒരു സ്ത്രീയാണ് ലക്ഷ്മി. അതിവിടെ ഇപ്പൊ പണിയെടുക്കുന്ന സ്ത്രീയാണ്. അവർ ഭയങ്കര ആത്മാർത്ഥമായി പണിയെടുത്ത് ആത്മാർത്ഥമായി പണിയെടുത്ത് കണ്ടിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടുത്തെ ഹെഡ് അതിനെ ഫാക്ടറിക്ക് നിയമിച്ചു സൂപ്പർവൈസറായിട്ട്. അങ്ങനെ ഇതിന്റെ ആത്മാർത്ഥത കൂടിയിട്ട് അങ്ങനെ നിയമിച്ച് അങ്ങനെ ഒരു പണിയെടുക്കുന്നതിനിടയിൽ മിഷനറിയിൽ കുടുങ്ങി അരഞ്ഞു മരിക്കായത്, ചതഞ്ഞ് അരിഞ്ഞു മരിച്ചു. അതിന്റെ ഓർമ്മയ്ക്കാണ് പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റേറ്റിന്റെ പേര് ലക്ഷ്മി എസ്റ്റേറ്റ് ആക്കിയത്.